രാജസ്ഥാനിലെ ജയ്സൽമർ മരുഭൂമിയുടെ നിശബ്ദതകൾക്കിടയിൽ ഇന്നും മനുഷ്യരുടെ കാൽപ്പാടുകൾ കുറവായി കേൾക്കുന്നൊരു ഗ്രാമമുണ്ട്, കുൽധാര വില്ലേജ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ സ്വർണ്ണനിലത്തിൽ മങ്ങിയിരിക്കുന്ന മണൽത്തിട്ടകൾക്കിടയിൽ നിൽക്കുന്ന തകർന്ന വീടുകൾ, ഇടിഞ്ഞ മതിലുകൾ, പാതി വഴിയിൽ നിർത്തിയ ജീവിതത്തിൻ്റെ അടയാളങ്ങൾ. ഇവയെല്ലാം ചേർന്ന് കുൽധാരയെ ഒരു സാധാരണ പുരാതന ഗ്രാമമല്ല, മറിച്ച് ഒരു രഹസ്യത്തിൻ്റെ നിശബ്ദത സാക്ഷിയാക്കി മാറ്റുന്നു. 13-ാം നൂറ്റാണ്ടിൽ പാലിവാൽ ബ്രാഹ്മിൻസ് എന്ന സമുദായം ഇവിടെ താമസിച്ചിരുന്നു. അവർ വെറും ഗ്രാമവാസികൾ അല്ലായിരുന്നു, ജലസംരക്ഷണത്തിൻ്റെ മഹാന്മാരായിരുന്നു. മഴ വളരെ കുറവായിരുന്ന ഈ മരുഭൂമിയിൽ പോലും അവർ ശാസ്ത്രീയമായ രീതിയിൽ ജലസംഭരണികൾ നിർമ്മിച്ചു, കൃഷി ചെയ്തു, സമ്പന്നമായ ജീവിതം നയിച്ചു. അവരുടെ വീടുകൾ കല്ലുകൾ കൊണ്ട് പണിതവയും ഗ്രാമം ഒരു നഗര പദ്ധതി പോലെ ക്രമീകരിച്ചതുമായിരുന്നു. കാലം കടന്നു പോകുമ്പോൾ ഈ സമൃദ്ധി ചിലർക്ക് അസൂയയായി മാറി. ജയ്സൽമറിലെ ഒരു ശക്തനായ മന്ത്രി തൻ്റെ അധികാരം ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. ഗ്രാമത്തിലെ ഒരു യുവതിയുമായി വിവാഹം നടക്കണമെന്ന് അയാൾ വാശി പിടിച്ചു. വിവാഹം അംഗീകരിക്കില്ലെങ്കിൽ ഗ്രാമം നശിപ്പിക്കും എന്നായിരുന്നു അയാളുടെ ഭീഷണി. ഗ്രാമത്തിലെ മൂപ്പന്മാർ ഒത്തുചേർന്ന് ആലോചിച്ചു. അവർക്ക് 2 വഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: അപമാനം സഹിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് പോവുക. ഒടുവിൽ അവർ 2ാമത്തെ വഴി തന്നെ തിരഞ്ഞെടുത്തു. ഒരു രാത്രി ആരും പ്രതീക്ഷിക്കാത്ത ഒരു തീരുമാനം നടപ്പിലാക്കി. വെളിച്ചം പോലും തെളിയിക്കാതെ, ശബ്ദമില്ലാതെ മുഴുവൻ ഗ്രാമവാസികളും, കുട്ടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ, അവരുടെ വീടുകൾ, സ്വത്തുക്കൾ, എല്ലാ ഓർമ്മകളും ഉപേക്ഷിച്ച് അവിടെ നിന്നും യാത്രയായി. പോകുന്നതിന് മുമ്പ് ഒരു ശാപവാക്കെന്ന രീതിയിൽ അവർ ഇങ്ങനെ പറഞ്ഞു: ഈ മണ്ണിൽ ഇനി ആരും സമാധാനത്തോടെ ജീവിക്കില്ല എന്ന്. ഈ ശാപം ഇന്നും കുൽധാരയുടെ വായുവിൽ തങ്ങി നിൽക്കുന്നു എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ കുൽധാര ശൂന്യമായിരുന്നു. അടുപ്പുകൾ തണുത്തു, വാതിലുകൾ തുറന്നു കിടക്കുന്നു. പക്ഷേ ആളുകൾ, അവർ ഇല്ലായിരുന്നു. ഒരു ഗ്രാമം ഒരു രാത്രിയിൽ അപ്രത്യക്ഷമായതുപോലെ. വർഷങ്ങൾ കടന്നുപോയി. കാറ്റ് മണൽ കൊണ്ടുവന്ന് വീടുകൾ മൂടി, മതിലുകൾ ഇടിഞ്ഞു. പക്ഷേ കഥകൾ ജീവനോടെ തുടർന്നു. നാട്ടുകാർ ഈ സ്ഥലത്തെ ഒഴിവാക്കാൻ തുടങ്ങി. സൂര്യാസ്തമയത്തിനു ശേഷം ആരും ഇവിടെ താമസിക്കാൻ ധൈര്യപ്പെട്ടില്ല. ചിലർ പറയുന്നത്, രാത്രിയിൽ ഇവിടെ നടക്കുമ്പോൾ പാദശബ്ദങ്ങൾ കേൾക്കാം, ആരോ പിന്നിൽ നടക്കുന്നത് പോലെ തോന്നും, ചിലപ്പോൾ ദൂരെയായി സംസാരിക്കുന്ന ശബ്ദങ്ങൾ പോലും കേൾക്കാമെന്ന്. പാരാനോർമൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ പോലും ഇവിടെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അവർ ചില അസാധാരണ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയതായും പറയുന്നുണ്ട്. ശാസ്ത്രീയമായി ഇത് തെളിയിക്കാൻ കഴിയാത്തതിനാൽ ഈ സ്ഥലത്തിൻ്റെ അന്തരീക്ഷം തന്നെ ഒരു ദുരന്തഭീതിയും വിചിത്രതയും സൃഷ്ടിക്കുന്നു. ഇന്ന് കുൽധാര ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. പകൽ സമയത്ത് ആളുകൾ ഇവിടെയെത്തി ഈ ശൂന്യഗ്രാമത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണുന്നു. പക്ഷേ സൂര്യൻ അസ്തമിക്കുമ്പോൾ എല്ലാം മാറുന്നു. നിശബ്ദത കൂടുതൽ ഭാരം പിടിക്കുന്നു. കാറ്റിൻ്റെ ശബ്ദം പോലും ഒരു കഥ പറയുന്ന പോലെ തോന്നും. ഇത് ഒരു ശാപത്തിൻ്റെ കഥയോ, അല്ലെങ്കിൽ മനുഷ്യരുടെ ധൈര്യത്തിൻ്റെ കഥയോ, മാനത്തിനു വേണ്ടി എല്ലാം ഉപേക്ഷിച്ച ഒരു സമൂഹത്തിൻ്റെ ചരിത്രമോ, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു രഹസ്യമോ? ഇങ്ങനെ ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങളുമായി കുൽധാര ഭീതി പടർത്തി ഇപ്പോഴും അവിടെ നിൽക്കുന്നു.